കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുകയാണ്. നമുക്ക് അതിലേക്കാണ് പോകേണ്ടത്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല. 55 പേരുടെ പട്ടിക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ കാത്തിരുന്ന പട്ടിക 50-ാം മണിക്കൂറിലെത്തിയിരിക്കുന്ന PR സുനിൽ, ആരൊക്കെയാണ് പട്ടികയിൽ, ആരൊക്കെ ഒഴിവാക്കപ്പെട്ടു? ആദ്യഘട്ടത്തിൽ 55 പേരുടെ പേരുകളാണുള്ളത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ PR സുനിൽ, കെ സുധാകരന് സീറ്റുണ്ടോ? ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. വിനീത, 55 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ കെ സുധാകരന്റെ സീറ്റിന്റെ കാര്യത്തിലുള്ള തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഏതായാലും ഈ 55 സ്ഥാനാർത്ഥികളുടെ പട്ടിക എങ്ങനെയാണ്? ഇരിക്കൂർ മണ്ഡലത്തിൽ സജീവ് ജോസഫാണ്, സിറ്റിംഗ് MLA സജീവ് ജോസഫാണ് സ്ഥാനാർത്ഥി. കോവളത്ത് എം വിൻസെന്റിന് സീറ്റുണ്ട്. PR സുനിൽ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും കോവളത്ത് വിൻസെന്റിന് സീറ്റുണ്ട്. ചിറയിൻകീഴിൽ തർക്കങ്ങളുണ്ടായി. ചിറയിൻകീഴിൽ രമ്യ ഹരിദാസ് തന്നെ എത്തുന്നു. വിനീത, തീർച്ചയായും ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക എങ്ങനെയാണ്? ധർമ്മടത്ത് അബ്ദുൾ റഷീദാണ് സ്ഥാനാർത്ഥി. തലശ്ശേരിയിൽ KP സാജു, പേരാവൂരിൽ സണ്ണി ജോസഫ്, മാനന്തവാടിയിൽ ഉഷ വിജയൻ, അതുപോലെ സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ, കൽപ്പറ്റയിൽ സുനിൽ, ഞാൻ ഇതിൽ പ്രധാനപ്പെട്ട തർക്കങ്ങളുണ്ടായ സീറ്റുകൾ നോക്കുമ്പോൾ തവനൂരിൽ VS ജോയിക്ക് സീറ്റുണ്ട്. VS ജോയിക്ക് നേരത്തെ സീറ്റില്ലെന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തവനൂരിൽ VS ജോയ് തന്നെ എത്തുന്നു. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തുടരും. AP അനിൽകുമാർ വണ്ടൂരിൽ, A സുരേഷ് മലമ്പുഴയെ നമുക്കറിയാവുന്നതായിരുന്നു. രമേശ് പിഷാരടി പാലക്കാട് എത്തുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഒപ്പം രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നു. ചിറയിൻകീഴിൽ വലിയ തർക്കങ്ങളുണ്ടായ ഇടത്ത് രമ്യ ഹരിദാസ് ഉറപ്പിക്കുന്നു. എം വിൻസെന്റിന്റെ കാര്യത്തിൽ കോവളത്ത് സംശയമുണ്ടായിരുന്നെങ്കിലും വിൻസെന്റിനും സീറ്റ് ഉറപ്പിക്കുകയാണ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയുണ്ട്. കുന്നത്തുനാടിൽ VP സജീന്ദ്രനുണ്ട്. തൃശൂരിൽ രാജൻ പള്ളനാണുള്ളത്. രമേശ് പിഷാരടി പാലക്കാട് ഉറപ്പിക്കുന്നുണ്ട്. കോങ്ങാട് KA തുളസി തന്നെയാണ്. പൊന്നാനിയിൽ നൌഷാദ് അലി, തവനൂരിൽ VS ജോയി എത്തുന്നു. അപ്പോൾ നമ്മൾ സംശയിച്ച അല്ലെങ്കിൽ ചെറിയ തർക്കങ്ങളുണ്ടായ ചില മണ്ഡലങ്ങൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 55 പേരുടെ പട്ടിക. PR സുനിൽ. തീർച്ചയായും വിനീത, ഏതായാലും ഇപ്പോൾ 55 പേരുടെ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. അവശേഷിക്കുന്ന സീറ്റുകളിൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. 35-ലധികം സീറ്റുകളിൽ വലിയ തർക്കം ഉണ്ട് എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൊച്ചി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനം വരേണ്ടിയിരിക്കുന്നു. ഏതായാലും 35 സീറ്റിൽ തർക്കം തുടരുന്നുണ്ട്. 55 സീറ്റിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, റോഷിപ്പാലിലേക്ക് കൂടി പോവുകയാണ്. റോഷിപ്പാൽ, വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ തന്നെ. ചിറയിൻകീഴിൽ രമ്യ ഹരിദാസ് എത്തുകയാണ്. കോവളത്തെ എം വിൻസെന്റിന് മാറ്റമില്ല. അത് മാത്രമാണോ ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രഖ്യാപനമായി വന്നിട്ടുള്ളത് ഈ പട്ടിക കാണുമ്പോൾ? തിരുവനന്തപുരത്ത് നേരത്തെ പുറത്തു വന്ന ഉറപ്പായ പേരുകൾ, അതിൽ കെ മുരളീധരനൊക്കെ വളരെ നേരത്തെ പ്രചാരണം തുടങ്ങിയതാണ്. ഇതിൽ എം വിൻസെന്റിന് ആശ്വാസമാണ്. പരാതി നിലനിൽക്കുന്നുണ്ടെങ്കിലും വിൻസെന്റിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ, ചിറയൻകീഴ് രമ്യ ഹരിദാസിനെതിരെ പരാതി മാത്രമല്ല പരസ്യ പ്രതിഷേധവും ഉണ്ടായതാണ്. പക്ഷേ ആ പരാതിയും പ്രതിഷേധവും അവഗണിച്ച രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കുന്നു. ചിറയൻകീഴിൽ വലിയ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. അങ്ങനെ ചാത്തന്നൂരിൽ സൂരജ് രവി അവസാന നിമിഷമാണ് അവിടെ ഫോർവേഡ് ബ്ലോക്കിന് നൽകാനിരുന്ന സീറ്റ് അത് കോൺഗ്രസ് ഏറ്റെടുത്ത സൂരജ് രവിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയുടെ പേര് നേരത്തെ തീരുമാനമായി. കുണ്ടറയിലും PC വിശ്വനാഥും, പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ തവണയും മത്സരിച്ചതാണ്. ഈ തവണ ഏറെ സമയം ചെലവഴിച്ചു. മാസങ്ങളായി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ജ്യോതികുമാർ ചാമക്കാല. കൊട്ടാരക്കര ഐഷ പോറ്റി, CPM-ൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയ ഐഷ പോറ്റി മത്സരിക്കുമ്പോൾ കരുനാഗപ്പള്ളിയിൽ സിറ്റിംഗ് MLA CR മഹേഷ്, അങ്ങനെ ഓരോയിടത്തും മാവേലിക്കരയിൽ അഡ്വക്കേറ്റ് മുത്തറ രാജ്, ഒപ്പം രമേശ് ചെന്നിത്തല ഹരിപ്പാട്, ചേർത്തലയിൽ KR രാജേന്ദ്ര പ്രസാദ് മത്സരിക്കുന്നു. ഷാനിമോൾ ഉസ്മാൻ സീറ്റ് ഉറപ്പായി എന്നതാണ് അരൂരിൽ. അങ്ങനെ ഓരോയിടത്തും ഇതിൽ തർക്കങ്ങളുള്ള ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട. അതൊക്കെ വിട്ടാണ് ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്ന. തർക്കങ്ങളുള്ള മണ്ഡലങ്ങളിലെ ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രിയോടെ തന്നെ കൂടുതൽ സീറ്റുകളിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഈ പട്ടികയിൽ കാസർഗോഡ് ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളുടെ തീരുമാനമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂരിൽ ഇരിക്കൂർ സിറ്റിംഗ് സീറ്റാണ്. അവിടെ സജീവ് ജോസഫ് വീണ്ടും അംഗത്തിനിറങ്ങും. ധർമ്മടത്ത് അബ്ദുൾ റഷീദ് കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ മത്സരിച്ചതാണ്. ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ മത്സരിച്ച അബ്ദുൾ റഷീദിനെ അവിടെ നിന്നും മാറ്റി നേരെ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ സ്ഥാനാർത്ഥിയാക്കുന്നു. KP സാജു
തലശ്ശേരിയിൽ ഇന്ദിരാഗാന്ധി ആശുപത്രിയുടെ പ്രസിഡന്റ് കൂടിയാണ് കെ സുധാകരന് വിശ്വസ്തനായ കെ.പി. സാജുവിനെ തലശ്ശേരിയിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. പേരാവൂരിൽ വീണ്ടും കെ.പി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇറങ്ങുന്നു. മാനന്തവാടിയിൽ ഉഷാ വിജയനാണ് അവിടെ UDF സ്ഥാനാർത്ഥി. സുൽത്താൻ ബത്തേരിയിൽ സിറ്റിംഗ് MLA IC ബാലകൃഷ്ണൻ, കൽപ്പറ്റയിൽ സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് T. സിദ്ദിഖ്, നാദാപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയായി KM അഭിജിത്ത് മത്സരിക്കുമ്പോൾ കൊയിലാണ്ടിയിൽ DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ മത്സരിക്കുന്നു. ബാലുശ്ശേരിയിൽ KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ബാലുശ്ശേരിയിൽ മത്സരിക്കും. എലത്തൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഇപ്പോൾ KPCC ഭാരവാഹിയായ വിദ്യാ ബാലകൃഷ്ണൻ, കൗൺസിലർ കൂടിയാണ് വിദ്യാ ബാലകൃഷ്ണൻ, എലത്തൂരിൽ ഇറങ്ങുന്നു. കോഴിക്കോട് നോർത്ത് KPCC ജനറൽ സെക്രട്ടറി K. ജയന്ത് മത്സരിക്കുന്നു. നിലമ്പൂരിൽ സിറ്റിംഗ് MLA ആര്യാൻ ഷൗക്കത്ത്, വണ്ടൂരിൽ സിറ്റിംഗ് MLA AP അനിൽകുമാർ, തവന്നൂരിൽ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ VS ജോയി, പൊന്നാനിയിൽ KPCC ജനറൽ സെക്രട്ടറി നൌഷാദ് അലി, തൃത്താലയിൽ VT ബൽറാം മത്സരിക്കുന്നു. കോങ്ങാട് K. തുളസി മത്സരിക്കുന്നു. മലമ്പുഴയിൽ A. സുരേഷ്, കോൺഗ്രസിലേക്ക് എത്തിയ A. സുരേഷ് മലമ്പുഴയിൽ. പാലക്കാട് രമേശ് പിഷാരടി എത്തുന്നു. KC സുബ്രഹ്മണ്യൻ തരൂരിലും ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ നേരത്തെ തീരുമാനിച്ചതാണ് സുമേഷ് അച്യുതന്റെ പേര്. തങ്കപ്പൻ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ നെന്മാറയിൽ ജനവിധി തേടുന്നു. ആലത്തൂരിൽ KN ഫെബിനാണ് യുവനേതാവ്. അങ്ങനെ യുവാക്കൾക്ക് വലിയ പ്രാതിനിധ്യം നൽകുന്ന പട്ടികയാണ്. മണലൂരിൽ TN പ്രതാപൻ മത്സരിക്കുന്നു. ഒല്ലൂരിൽ ഷാജി മത്സരിക്കുന്നു. അങ്ങനെ യുവാക്കൾക്ക് മുന്തിയ പരിഗണന നൽകിയെന്നാണ് കോൺഗ്രസിന്റെ പട്ടിക നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. കയ്പമംഗലത്ത് TM നാസർ, ഒപ്പം പുതുക്കാട് KM ബാബുരാജ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്, അങ്കമാലിയിൽ സിറ്റിംഗ് MLA റോജി, ആലുവയിൽ സിറ്റിംഗ് MLA അൻവർ സാത്ത്, പറവൂരിൽ VD സതീശൻ, എറണാകുളത്ത് സിറ്റിംഗ് MLA TJ വിനോദ്, തൃക്കാക്കരയിൽ ഉമാ തോമസിന്റെ കാര്യത്തിൽ തുടക്കത്തിലൊക്കെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കുന്നത്തനാട് വീണ്ടും VP സജീന്ദ്രൻ, മുൻ MLA കൂടെ VP സജീന്ദ്രൻ മത്സരിക്കുന്നു. മൂവാറ്റുപുഴയിൽ മാത്യു കൊളനാടൻ സിറ്റിംഗ് MLA, വൈക്കത്ത് ബിനിമോൻ മത്സരിക്കുന്നു. അങ്ങനെ യുവാക്കൾക്ക് കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ തന്നെ യുവാക്കൾക്ക് വലിയ പ്രാതിനിധ്യമുണ്ട് വിനീത ഈ പട്ടികയിൽ. കോൺഗ്രസിന്റെ ആദ്യഘട്ട പട്ടികയിൽ യുവാക്കൾക്ക് വലിയ പ്രാതിനിധ്യം നൽകുന്നു. പുതുമുഖങ്ങൾക്ക് മത്സരിക്കാനുള്ള അവസരം നൽകുന്നു എന്നാണ് ഈ പട്ടികയുടെ പ്രത്യേകത. വലിയ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. വൈകി വന്നതാണെങ്കിലും ആവേശത്തോടെ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കാവുന്ന രീതിയിലുള്ള ഒരു പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇനി തർക്കങ്ങളുള്ള മണ്ഡലമാണ്. ആ മണ്ഡലങ്ങളിൽ ഒറ്റപ്പേരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. ഏറെ വൈകാതെ തന്നെ ആ പട്ടികയിലേക്ക് ഒറ്റപ്പേരിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ്. ഒന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇനി ഏതാണ്ട് 22 ദിവസത്തിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. വൈകിപ്പോയെങ്കിലും വളരെ വിശദമായ പരിശോധനകൾക്കൊടുവിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നതെന്നാണ് പ്രത്യേകത. കാരണം ശ്രീബിയുടെ പരാതിയുണ്ട്. അതിൽ കോടതി കൊച്ചിയുടെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല അല്ലേ റോഷിപാൽ? കൊച്ചി തൃപ്പൂണിത്തുറയൊക്കെ ഇനിയും വരാനുണ്ട്. വിനിത, K. ബാബു ഒഴിഞ്ഞ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ സിറ്റിംഗ് സീറ്റായ തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടില്ല. കൊച്ചിയിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുണ്ട്. ഒപ്പം കാസർഗോഡ് ജില്ല പരിശോധിച്ചാൽ ഒറ്റ സീറ്റിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടില്ല. ഉദുമയിൽ കണ്ടെത്തണം. ഒപ്പം തൃക്കരിപ്പൂർ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കയ്യിൽ നിന്നും ഏറ്റെടുത്ത സീറ്റാണ്. അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഒട്ടേറെ ഇടുക്കി ജില്ലയിലൊക്കെ സീറ്റുകൾ കണ്ടെത്താനുണ്ട് സ്ഥാനാർത്ഥികൾ. ആറന്മുളയിൽ അബിൻ വർക്കിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്ന ആറന്മുളയിൽ അത് വീണ ജോർജിനെതിരെ കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ വേണ്ടി ആറന്മുളയിൽ യുവനേതാവ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയെ ഇറക്കാനുള്ള സ്ഥലം. അവിടെ ചില പരാതികളുണ്ട്. അതാണ് അവിടെ വൈകുന്നത്. പത്തനംതിട്ടയിൽ സമാനമായി കോന്നിയിലും റാന്നിയിലും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. ആ കാര്യത്തിലും അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ മണ്ഡലത്തിൽ തീരുമാനിച്ചില്ല. കാരണം അവിടെ K. സുധാകരൻ അവകാശവാദം ഉന്നയിച്ച മണ്ഡലമാണ് കണ്ണൂർ. ഒപ്പം അങ്ങനെ അടൂർ പ്രകാശ് അവകാശവാദം ഉന്നയിച്ച പത്തനംതിട്ടയിലെ മണ്ഡലം, അവിടെയും തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനെ ചില നേതാക്കൾ MP-മാർ മത്സരിക്കാൻ താല്പര്യമറിയിച്ച മണ്ഡലങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ പ്രഖ്യാപനമില്ല. പക്ഷേ കോഴിക്കോട് MK രാഘവൻ എലത്തൂർ മണ്ഡലമാണ് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചത്. കോൺഗ്രസ് തുടർച്ചയായി പരാജയപ്പെടുന്ന എലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരു പോരാട്ടത്തിന് അംഗത്തിനിറങ്ങാമെന്ന് MK രാഘവൻ MP പറഞ്ഞെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് അംഗീകരിച്ചിട്ടില്ല. MP-മാർക്ക് അനുവാദമില്ല മത്സരത്തിനെന്ന് പറഞ്ഞെങ്കിൽ പോലും കണ്ണൂർ മണ്ഡലത്തിൽ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. ഒരുപക്ഷെ K. സുധാകരന്റെ നിർദ്ദേശവും അഭിപ്രായവും പരിഗണിച്ചിട്ടാകാം ഈ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ സാധ്യത. തിരുവനന്തപുരത്താണെങ്കിൽ ഇനി ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട്. നെയ്യാറ്റിൻകരയുണ്ട്, അരുവിക്കരയുണ്ട്, അങ്ങനെ നീളുന്നു. പാറശാലയിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. വർക്കല, നെടുമങ്ങാട്, വാമനപുരം,
അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ മണ്ഡലങ്ങൾ, അവിടെയൊക്കെ കാട്ടാക്കടയിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. അങ്ങനെ ഒട്ടേറെ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് ഇനിയും ചർച്ചകൾ പോകണം. കാരണം അവിടെ ഒന്നിൽ കൂടുതൽ നേതാക്കളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നതാണ് പ്രതിസന്ധി. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എൻ ശക്തൻ മത്സരിക്കാൻ തയ്യാറെടുത്ത നെയ്യാറ്റിൻകരയിലെ സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിച്ചില്ല. ഒപ്പം മുൻ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ ഇതുവരെ എവിടെയാണ് മത്സരിക്കുന്നത് അവ്യക്തതയുണ്ട്. അരുവിക്കരയിൽ ആണ് വി എസ് ശിവകുമാറിന് താല്പര്യമുണ്ടായിരുന്നു. നേരത്തെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ സാധിക്കുമെന്ന് പക്ഷേ പിന്നീട് CMPക്ക് സീറ്റ് കൈമാറി. ഒടുവിൽ അരുവിക്കരയിൽ പരിഗണിക്കുമെന്ന വാർത്തകൾ വരുന്നു. പക്ഷേ ഇതുവരെ ആ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നേമത്താരായിരിക്കും മത്സരിക്കുക എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് നേമം. BJPക്ക് വലിയ സ്വാധീനമുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലം. രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആരായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.